ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സൊക്കെ കളക്ട് ചെയ്തിട്ട് തന്നെ. അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. പ്രായമായവരായാലും കുട്ടികളായാലും നമുക്ക് സൂചിയിൽ നൂല് കോർക്കുക എന്നുള്ളത് ഒരു വലിയ ടാസ്ക് തന്നെയാണ്. എന്നാൽ ഞാനിവിടെ കാണിക്കുന്ന രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് സെക്കൻഡുകൾ കൊണ്ട് നമുക്ക് സൂചിയിൽ നൂല് കോർത്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ തേങ്ങയുടെ മുകളിലുള്ള ഈ ചകിരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൽ നിന്നും ഒന്ന് മാത്രം ഒന്ന് എടുത്തിട്ടുണ്ട്. ഇനി വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നമുക്കൊന്ന് മടക്കിയെടുക്കാം. 5 പൈസ ചിലവില്ലാതെ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ ഐഡിയ ആണ് കേട്ടോ. നിങ്ങളുടെ അടുത്ത് തേങ്ങയുടെ ഈ ചകിരി ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് പ്ലാസ്റ്റിക് ചൂലില്ലേ, അതിൻ്റെ ഒരു ചെറിയൊരു പീസ് എടുത്താലും മതിയാവും. ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ഈ സൂചി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിലൂടെ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഏറ്റവും ചെറിയ സൂചിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് നിഷ്പ്രയാസം ഇതിൻ്റെ ഉള്ളിലേക്ക് സൂചി ഇടാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് നൂലും അതിൻ്റെ ഉള്ളിലായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ ഐഡിയ തന്നെയാണ് കേട്ടോ ഇത്. തേങ്ങ നമ്മൾ വീട്ടിൽ എപ്പോഴും വാങ്ങുന്നത് തന്നെ, അതിൻ്റെ മുകളിലുള്ള കൂന് നമ്മൾ എടുത്ത് വയ്ക്കുകയാണെങ്കിൽ ഇതുപോലെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ ഒന്നും കൂടെ ഒന്ന് കാണിച്ചു തരാം. വലിയ സൂചിയാണെങ്കിൽ ഇതിലും എളുപ്പം നമുക്ക് ഇടാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ചെറിയ സൂചി തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇട്ടെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും എത്രയും പെട്ടെന്നാണ് ഞാനിത് ചെയ്തെടുക്കുന്നതെന്ന്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു യൂസ് ചെയ്യാത്തൊരു വയറിൻ്റെ ഒരു ചെറിയ പീസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങളടുത്ത് വയറില്ലെങ്കിൽ ഇതിന് പകരമായിട്ട് പഴയ ചാർജർ ഉണ്ടെങ്കിൽ അതായാലും മതി കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഉള്ളിലുള്ള കോപ്പർ വയർ ഒന്ന് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു ബോട്ടിലിൻ്റെ മൂടി എടുത്തിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ സൂചി തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിലുള്ള വയറെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇതിൻ്റെ ഉള്ളിലുള്ള ആ കമ്പി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഒരു കത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിലുള്ള തൊലി ഒന്ന് വെട്ടിയെടുക്കുമ്പോൾ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് എത്രയാണ് വേണ്ടത് അതിനനുസരിച്ച് ഇതുപോലെ ചെയ്തെടുത്തിട്ട് നമുക്ക് ഇതിൽ നിന്നും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിൽ നിന്ന് നമുക്ക് ഒന്ന് മാത്രമാണ് കേട്ടോ ആവശ്യമായിട്ട് വരുന്നത്. നല്ല നേരിയ കമ്പിയായിരിക്കും ഇത്, അതിന് വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ചെറിയൊരു പീസ് അതിൽ നിന്നൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് മാത്രം മതിയാവും കേട്ടോ നമുക്ക്. ഇനി ഞാൻ എടുത്തിട്ടുള്ള ഒരു ബോട്ടിലിൻ്റെ മൂടിയാണ്. അതിൻ്റെ മൂടി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങളൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ആ ഗ്യാപ്പിലൂടെ കട്ട് ചെയ്ത ഹോൾസിലൂടെ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കമ്പി ഒന്ന് വെച്ച് കൊടുക്കാം. ഇതുപോലെ വെച്ച് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്കത് വിട്ടു പോകുക എന്നുള്ള ടെൻഷൻ ഉള്ളവരാണെങ്കിൽ ഒരു സെല്ലോ ടൈപ്പ് വെച്ചിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇങ്ങനെ നമ്മൾ ടൈറ്റ് ചെയ്ത് ഇങ്ങനെ ഒന്ന് എടുത്ത് വെക്കുകയാണെങ്കിൽ കുറേ കാലം നമുക്കിത് കേട് കൂടാതെ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നത്. ഇങ്ങനെ ഒരെണ്ണം നമ്മൾ വീട്ടിലെടുത്ത് വെച്ച് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ആവശ്യത്തിന് നമുക്കെടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നൂല് കോർത്ത് നോക്കാം. നമ്മൾ ഈ കമ്പി യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്കത് പിന്നെ നിവർത്തിയെടുക്കാനും അതുപോലെ തന്നെ ചുരുക്കിയെടുക്കാനും ഒക്കെ പറ്റും കേട്ടോ. അപ്പോൾ ചെറിയ സൂചിയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഞാൻ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഞാനൊന്ന് സൂചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നൂല് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഈ സൂചി അതിൻ്റെ ഉള്ളിലൂടെ ഒന്ന് വലിച്ചെടുക്കുന്നുണ്ട്. യാതൊരു പ്രയാസവുമില്ലാതെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇതുപോലെ നൂല് കോർത്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. നേരത്തെ ഞാൻ കാണിച്ച രീതിയും ഈ രീതിയും വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയത് തന്നെയാണ് കേട്ടോ.
അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് കാണിച്ചു തരാം. ഏത് തരം സൂചിയാണെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ട്രൈ ചെയ്യാവുന്നതാണ്. നല്ല റിസൾട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ വീഡിയോയിലൂടെ കാണുന്നത് പോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. ഇപ്പോൾ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു സേഫ്റ്റി പിന്നാണ് എടുത്തിട്ടുള്ളത്. നേരത്തെ എടുത്തു വെച്ചതിൽ നിന്നും ഒരു കമ്പിയുടെ പീസ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഈ പിന്നിൻ്റെ നടുവിലായിട്ട് നമുക്കതൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം. ഞാൻ ഈ കമ്പി എന്തിനാണ് എടുക്കുന്നതെന്ന് ഓൾറെഡി പറഞ്ഞല്ലോ. നമ്മളുടെ സൗകര്യത്തിനനുസരിച്ച് അത് നമുക്ക് വലുതാക്കാനും ചെറുതാക്കാനും ഒക്കെ പറ്റും കേട്ടോ. അതുകൊണ്ട് നമുക്ക് വലിയ സൂചി ചെറിയ സൂചി നിഷ്പ്രയാസം ഇതിൻ്റെ ഉള്ളിലേക്ക് കടത്തിവിടാൻ വേണ്ടിയിട്ടും പറ്റും. ഇനി ഞാനൊരു സെല്ലോ ടാപ്പ് വെച്ചൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ സേഫ്റ്റി പിന്നിൽ ആ കമ്പി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെ യൂസ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് സൂചിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഞങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ഇത് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ജസ്റ്റ് ഒന്ന് കൈവച്ച് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഈ സൂചിയുടെ ഹോൾസിലൂടെ ഇതൊന്ന് കടത്തി വിടുന്നുണ്ട്. നൂലിതിലൂടെ കടന്നു പോകും. എന്നാലും നമുക്കൊന്ന് വലിപ്പം കൂട്ടണം എന്നുണ്ടെങ്കിൽ കൈവച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ വലിപ്പം നമുക്ക് കൂടി കിട്ടും. എന്നിട്ട് അതിൻ്റെ ഉള്ളിലൂടെ വേഗത്തിൽ നമുക്ക് നൂല് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പം ഞാൻ നൂലും ഈ ഹോൾസിലൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സൂചി ഒന്ന് വലിച്ചെടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന നല്ലൊരു കിടിലൻ ഐഡിയ തന്നെയാണ്. അപ്പോൾ ഇന്ന് കാണിച്ച 3 നൂല് കോർക്കാനുള്ള ടിപ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. വളരെ എളുപ്പത്തിൽ നമ്മളുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ ചെയ്യാൻ പറ്റിയ നല്ലൊരു കിടിലൻ മെത്തേഡ് തന്നെയാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഒന്നും കൂടെ ഒന്ന് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾ നോക്കിയിട്ട് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ചെറിയ മക്കൾക്കായാലും പ്രായമായവർക്കായാലും കണ്ണിന് കാഴ്ചയില്ലാത്തവർക്കൊക്കെ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ ഒരു ഐഡിയ തന്നെയാണിത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും ഇതുപോലുള്ള ടിപ്സും ട്രിക്സും ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബായ്.